Hello, Makle. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവരും ചോദിച്ചിട്ടുള്ള നമ്മുടെ കൗണ്ടർ കറണ്ട് മെക്കാനിസം ഏറ്റവും സിമ്പിളായിട്ട് മിസ് പറഞ്ഞു തരുന്നുണ്ടാകും. അപ്പം ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെക്കാനിസം മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങളിത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇത് മാത്രം കണ്ടാൽ പോരാ, ഇതിനകത്ത് മിസ് യൂറിൻ ഫോർമേഷൻ പറയുന്നില്ല, യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസമാണ് പറയുന്നത്. യൂറിൻ ഫോർമേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈവിൽ നമ്മൾ എടുത്തിട്ടുണ്ട്, ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൗണ്ടർ കറണ്ട് മെക്കാനിസത്തിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് കൗണ്ടർ കറണ്ട് ആൻഡ് എന്താണ് ഈ ഒരു കൗണ്ടർ കറണ്ട്. ഓക്കെ, എന്താണ് കൗണ്ടർ കറണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് കൗണ്ടർ കറണ്ട്, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ കറണ്ട് മെക്കാനിസം സിമ്പിളാണ്. അപ്പോൾ കൗണ്ടർ കറണ്ട്, കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം, ഓപ്പോസിറ്റ്. ഓക്കെ, കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ എന്നാണ് അർത്ഥം. അപ്പോൾ കൗണ്ടർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഫ്ലോ. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഫ്ലോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം അറിയാം. ഇത് നമ്മുടെ നെഫ്രോൺ ആണ്. അപ്പോൾ നെഫ്രോണിനെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂൾ, PCT, പിന്നെ നമ്മുടെ ഹെൻലീസ് ലൂപ്പ്, DCT, കളക്ടിങ് ഡക്ട്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹെൻലീസ് ലൂപ്പിൽ ഒന്ന് താഴേക്കും അല്ലേ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൻലീസ് ലൂപ്പ് എന്താണ്? ഹെൻലീസ് ലൂപ്പിൽ ഇതിലൂടെ ഇറങ്ങുമ്പോൾ ഇത് താഴേക്കാണ്, ഡിസെൻഡിങ് ആണ്. അതിന് ഇതിങ്ങനെ പോയി നമ്മുടെ ഇതൊന്നും എന്താണ്, ഇത് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഓപ്പോസിറ്റ് ഫ്ലോ വന്നു. റെഡി? ഇനി നമ്മളുടെ വാസാറെക്ട ഇവിടെ നിന്ന് വരുന്നതാണ് നമ്മളുടെ ആ ഒരു ഇഫറൻറ്റ് വെസൽ. ഇഫറൻറ്റ് വെസൽ ഒന്ന് ഇങ്ങോട്ടേക്ക് താഴേക്കാണ്, ഇതിങ്ങനെ പോയി 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 ഇത് മുകളിലേക്കാണ്. അപ്പോൾ ഇവിടെയും എന്താണ്, ഒരു ഓപ്പോസിറ്റ് ഫ്ലോ ആണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്പോസിറ്റ് ഫ്ലോ കിട്ടി. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണാൻ വേണ്ടി പറ്റും. ദേ ഇത് മിസ് തൽക്കാലം വായിക്കുന്നുണ്ട്. ഇതാ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, അയ്യോ ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിൽ ഈ രണ്ടാൾക്കാരെ നിങ്ങൾ നോക്കുക. ഈ രണ്ടാൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പാണ്, ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പാണ്. ആൻഡ് ഇത് അസെൻഡിങ് വാസാറക്ടയാണ്. ഇവർ രണ്ടുപേരും അടുത്തടുത്താണ്, അത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇനി ഇവിടേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെന്താണ്, അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പാണ്, ഇത് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്ടയാണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മളിതേ ഇതെന്നെ മിസ് ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹെൻലീസ് ലൂപ്പ് താഴേക്ക്, അതിന് തൊട്ടടുത്തുള്ള വാസാറക്ട മുകളിലേക്ക്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഹെൻലീസ് ലൂപ്പ് മുകളിലേക്ക്, തൊട്ടടുത്തുള്ള വാസാറക്ട താഴേക്ക്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കാണാം, ആ ഒരു കൗണ്ടർ കറണ്ട് ഫ്ലോ കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ആ ഒരു കൗണ്ടർ കറണ്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ കൗണ്ടർ കറണ്ട് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഇനി നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്തിനു വേണ്ടിയിട്ടാണ് കൗണ്ടർ കറണ്ട് ഫ്ലോ, അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൗണ്ടർ കറണ്ട് മെക്കാനിസം? അതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ, നമുക്ക് യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തിൽ എത്ര യൂറിയാണോ ഉള്ളത് അത് കളയാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ കളഞ്ഞാൽ മതി. ബാക്കിയുള്ള വെള്ളം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, റീഅബ്സോർബ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് മാക്സിമം വെള്ളം റീഅബ്സോർബ് ചെയ്ത്, മാക്സിമം വാട്ടർ റീഅബ്സോർബ് ചെയ്ത് നമ്മളുടെ യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു കൗണ്ടർ കറണ്ട് ഉള്ളത്. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇനി എൻ്റെ മക്കൾ നോക്കുക, എങ്ങനെയാണ് ഈ ഒരു കൗണ്ടർ കറണ്ട് ആക്ട് ചെയ്യുക. അതായത് ഇവിടെ നിങ്ങളിപ്പോൾ മിസ് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബേസിക് യൂറിൻ ഫോർമേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് യൂറിൻ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത്. അതായത് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ നടന്നു. ആ ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞ് നമ്മുടെ ഫിൽട്രേറ്റ് ഈ PCTയിലൂടെ പോകുന്ന സമയത്ത് 70 to 80% ഇലക്ട്രോലൈറ്റ്സും വാട്ടറും റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. സോഡിയവും അതേപോലെ തന്നെ വൈറ്റമിൻസ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിലൂടെ നമ്മളങ്ങനെ ഫിൽട്രേറ്റ് പോയി ഇവിടെ എത്തുന്ന സമയത്ത് കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ, ആവശ്യം വന്നാൽ മാത്രം സോഡിയം, വാട്ടർ, ബൈകാർബണേറ്റ്സ് ഒക്കെ റീഅബ്സോർബ് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് സെക്രീഷൻ. സെക്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക, അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിൽട്രേറ്റിലേക്ക്, ബ്ലഡിൽ നിന്ന് ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറൊരു സാധനം കാണാം. ഇത് നമ്മുടെ കോർട്ടെക്സ് റീജിയൻ ആണ്, ആൻഡ് ഇത് നമ്മുടെ മെഡുല്ല റീജിയൻ ആണ്. അപ്പോൾ നമ്മുടെ കോർട്ടെക്സും മെഡുല്ലയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഓസ്മോളാരിറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഓസ്മോളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര ലിറ്റർ വെള്ളത്തിൽ എത്രത്തോളം സൊല്യൂട്ടിൻ്റെ അളവുണ്ട്, അതാണ് ഓസ്മോളാരിറ്റി. അപ്പോൾ കോർട്ടെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതാകെ 300 മാത്രമേ ഉള്ളൂ. പക്ഷേ മെഡുല്ലയിലേക്ക് താഴ്ന്നു വരുമ്പോഴും അതെന്താണ്, 1200 ആണ്. ഇത് നമ്മുടെ നെഫ്രോണിൻ്റെ ഉള്ളിലുള്ള കോൺസെൻട്രേഷൻ അല്ല, പകരം ഈ ഒരു ഇതിൻ്റെ ബിറ്റ്വീനിലുള്ള ആ ഒരു കിഡ്നിയിലെ റീജിയനിലുള്ള ഓസ്മോളാരിറ്റിയാണ്. ഓക്കെ, അപ്പം ഈ റീജിയനിൽ ഇവിടെ താഴേക്ക് വരുന്തോറും ഓസ്മോളാരിറ്റി കൂടുന്നുണ്ട്, ഇവിടെ അത് കുറവാണ്. അപ്പോൾ ഇങ്ങനെ താഴേക്ക് വരുന്തോറും ഓസ്മോളാരിറ്റി എങ്ങനെ കൂടുന്നു,
അത് ഈ കൗണ്ടർ കറണ്ട് വഴിയാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓസ്മോളാരിറ്റി ഇവിടെ കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കൂട്ടിയാലുള്ള ഗുണം എന്താണ്? നമ്മുടെ വെള്ളത്തിനൊരു സ്വഭാവമുണ്ട്, വെള്ളം കുറവുള്ള ഭാഗത്തേക്ക് ഒഴുകും. അപ്പോൾ ഇവിടെ ഓസ്മോളാരിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് വെള്ളത്തിനെ ഇങ്ങോട്ടേക്ക് റീഅബ്സോർബ് ചെയ്യാൻ പറ്റും, വെള്ളത്തിനെ ഇങ്ങോട്ട് റീഅബ്സോർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇവിടേക്ക് എത്തുമ്പോൾ എന്താ? ഓസ്മോളാരിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് കുറേ സോൾട്ട് ഇട്ട് കൊടുക്കും. സോൾട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്? അത് ഏകദേശം ബാലൻസ് ആയിക്കോളും. ഓക്കെ, വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഓസ്മോളാരിറ്റി കൂടും. അപ്പോൾ വെള്ളം നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് റീഅബ്സോർബ് ചെയ്യും. നമുക്ക് വെള്ളത്തിനെ റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഓസ്മോളാരിറ്റി ഇങ്ങനെ കൂട്ടുന്നത്, അതായത് മെഡുലയിലേക്ക് വരുമ്പോൾ കൂട്ടുന്നത്. അതെങ്ങനെയാണ് കൂട്ടുന്നത് എന്നാണ് മിസ്സിനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആൻഡ് എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൗണ്ടർ കറണ്ട് മെക്കാനിസം മെയിനായിട്ട് നമുക്ക് യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. അങ്ങനെ യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ഥലത്തിന്, ഈ ഒരു നെഫ്രോണിൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ പറയുക മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്. അപ്പോൾ മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടണം, മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്. അപ്പോൾ മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ വെള്ളം നമുക്ക് നെഫ്രോണിൽ നിന്ന് റീഅബ്സോർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കൂട്ടുന്നതെന്നാണ് അടുത്തതായിട്ട് മിസ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹെൻലീസ് ലൂപ്പാണ്. ഹെൻലീസ് ലൂപ്പ് താഴേക്ക് ഇറങ്ങുകയാണ്. ആൻഡ് ഇതും നമ്മുടെ ഹെൻലീസ് ലൂപ്പാണ്. ഈ ഹെൻലീസ് ലൂപ്പ് മുകളിലേക്ക് പോവാണ്. ഈ ഹെൻലീസ് ലൂപ്പിനൊരു പ്രത്യേകതയുണ്ട്, അതായത് ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബ് പെർമിയബിൾ ടു വാട്ടർ ആണ്. അതായത് വെള്ളത്തിന് എന്താണ്? പെർമിയബിൾ ആണ്, പെർമിയബിൾ ടു വാട്ടർ ആണ്. അപ്പോൾ ഇതിലൂടെ വെള്ളം പുറത്തേക്ക് വരും. ഓക്കെ, പക്ഷേ എസെൻഡിങ് ലിംബിനൊരു പ്രത്യേകതയുണ്ട്, അത് ഇംപെർമിയബിൾ ടു വാട്ടർ, വെള്ളത്തിന് ഇംപെർമിയബിൾ ആണ്. പകരം ആർക്കാണ് പെർമിയബിൾ? ഇലക്ട്രോലൈറ്റ്സിന് പെർമിയബിൾ ആണ്, പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സിന് പുറത്തേക്ക് വരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡിനൊക്കെ പുറത്ത് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ്, ഇതാണ് നമ്മളുടെ ആൾക്കാർ. ആൻഡ് ഇത് ഓസാറക്ട കണ്ടോ, ഇത് താഴേക്ക് ഇറങ്ങുകയാണ്, ഇത് മുകളിലേക്ക് കയറുകയാണ്. റെഡി? ഇനി ഈ സെയിം സാധനത്തിനെ മിസ് ഇവരെ മാത്രമായിട്ട് ഇങ്ങനെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബാണെന്ന് നിങ്ങൾ എന്താ ആലോചിക്കണം? ഇത് വാട്ടറിന് പെർമിയബിൾ ആണ് എന്ന് ആലോചിക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് നമ്മുടെ കോർട്ടെക്സ് റീജിയൻ ആണ്. കോർട്ടെക്സ് റീജിയനിൽ കടക്കുമ്പോൾ 300 ആണ് ഇതിൻ്റെ ഓസ്മോളാരിറ്റി. ഓക്കെ, അപ്പോൾ ഇതിന് താഴേക്ക് വരുന്തോറും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഹെൻലീസ് ലൂപ്പിൽ, അപ്പോൾ ഇവിടെ മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ട്. അതായത് ഇവിടെ 300 ആണെങ്കിൽ താഴേക്ക് വരുന്തോറും അത് കൂടും. ഇവിടെ 400 ആകും, പിന്നെ ഇവിടെ 600 ആകും, ഇവിടെ 800 ആകും, പിന്നെ ഇവിടെ 1000 ആകും, ആൻഡ് ഏറ്റവും താഴെ എത്തുമ്പോഴേക്ക് 1200 ആകും. അപ്പം നമ്മുടെ ഹെൻലീസ് ലൂപ്പിലൂടെ ഇവിടെ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഫിൽട്രേറ്റ് ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് എന്താണ്? മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്, സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണ്. അപ്പം ഇതിലൂടെ ഫിൽട്രേറ്റ് പോകുമ്പോൾ എന്താ വിചാരിക്കുക? അയ്യോ, അവിടെ സൊല്യൂട്ട് കൂടുതൽ, പാവം വെള്ളമില്ല. അപ്പോൾ എന്ത് ചെയ്യും? അല്ലേ, ഇവിടെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടിക്കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഫിൽട്രേറ്റിലെ വെള്ളം എന്ത് ചെയ്യും? താനേ പുറത്തേക്ക് വരും. അപ്പോൾ വെള്ളം എന്ത് ചെയ്യും? ഇവിടെ പുറത്ത് വന്നു. അപ്പോൾ പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ 600, അപ്പോൾ ഇവിടെ തീരെ വെള്ളമില്ല. അപ്പോൾ നമ്മൾ വെള്ളം വീണ്ടും പുറത്ത് വന്നു. അങ്ങനെ നമ്മുടെ ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബിലൂടെ നമ്മുടെ ഫിൽട്രേറ്റ് ഒഴുകുമ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുറേ വെള്ളത്തിനെ റീഅബ്സോർബ് ചെയ്യാൻ പറ്റും. അങ്ങനെ വെള്ളം പോയി ഇതിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ ഇവിടെ എന്താകും? 1200 ആകും ഫിൽട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ. അതായത് വെള്ളം കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വെള്ളമില്ല, അപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് കൂടും. അപ്പോൾ ഇവിടെയും അതേപോലെ ഇവിടെ 300 ഉണ്ടായിരുന്നു ഫിൽട്രേറ്റ്, ഇവിടുന്ന് സൊല്യൂട്ട് പോയപ്പോൾ ഇത് എത്രയായി? സൊല്യൂട്ടിൻ്റെ അളവ് വെള്ളം പോയപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് കൂടി, വീണ്ടും വെള്ളം പോയപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് കൂടി, വീണ്ടും വെള്ളം പോയപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് കൂടി, വീണ്ടും വെള്ളം പോയപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് കൂടി. അങ്ങനെ ഇവിടെ എന്തായി? ഫിൽട്രേറ്റും ഇതേ അളവിലെത്തി. ഓക്കെ, ഫിൽട്രേറ്റും ഇതേ അളവിലെത്തി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് ശരിയാക്കണം അല്ലേ? ആൻഡ് ഇതിങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോകുമ്പോൾ നമുക്കിതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളത്തിന് ഇംപെർമിയബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്കിതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഡിയം ക്ലോറൈഡ് പുറത്തേക്ക് പോകും. ഓക്കെ, സോഡിയം ക്ലോറൈഡ് പുറത്തേക്ക് പോകും. കാരണം വെള്ളത്തിന് പുറത്ത് പോകാൻ പറ്റൂലല്ലോ. ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് കയറി പോവാണ്. മുകളിലേക്ക് കയറി പോകുമ്പോൾ എന്താ അവസ്ഥ? ഇവിടെ 1200 ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഫിൽട്രേറ്റ് നോക്കണേ മക്കളെ, ഈ ഫിൽട്രേറ്റ് ഇങ്ങനെ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ എന്താണ്? പുറമേ 1000 ഉള്ളൂ, ഇവിടെ 1200 ഉണ്ട്. അതായത് ഇവിടെ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണ്, ഇവിടെ സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണ്.
അപ്പോൾ നമുക്കിത് ബാലൻസ് ചെയ്യണ്ടേ? ഇവിടെ 1000 ആണെങ്കിൽ ഇവിടെയും നമുക്ക് 1000 ആക്കണം. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നമുക്കിതിനകത്ത് നിന്ന് കുറച്ച് സൊല്യൂട്ട് കളയണം, അല്ലെങ്കിൽ വെള്ളം കയറണം. വെള്ളത്തിന് ഇംപെർമിബിൾ ആയതുകൊണ്ട് വെള്ളത്തിന് കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് സൊല്യൂട്ട് ഇവിടെ കളഞ്ഞു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ 1000 ആയി, പക്ഷേ പുറത്ത് ഇവിടെ 800 ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യും? സൊല്യൂട്ട് കളയും. അങ്ങനെ മുകളിലേക്ക് പോകുന്തോറും നമ്മൾ സൊല്യൂട്ട് ഇങ്ങനെ കളഞ്ഞ് അവസാനം എന്താകും? ഇവിടെ എത്തുമ്പോൾ വീണ്ടും 300 ആവും. ഓക്കെ, റെഡി? പക്ഷേ ഈ കളയുന്ന സോഡിയം ക്ലോറൈഡ് ഇവിടെ നിൽക്കില്ല. ഈ സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യുന്ന അറിയാവോ? നേരെ നമ്മുടെ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാ റെക്റ്റയിലേക്ക് കയറും. ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാ റെക്റ്റയിലേക്ക് കയറും. എവിടേക്ക് കയറി? ദാ ഇവിടേക്ക് കയറി. ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാ റെക്റ്റയിലേക്ക് കയറി. ഇതിവിടെ നിന്ന് ഇങ്ങനെ പോയി. അപ്പോൾ സൊല്യൂട്ടിൻ്റെ ഇതിനകത്ത് കുറേ സോഡിയം ക്ലോറൈഡ് കൂടിയപ്പോൾ എന്തായി? ഇതിനകത്തുള്ള സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷനും കൂടി. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഇത് കുറക്കണം. മുകളിലേക്ക് പോകുന്തോറും ഇതുമായിട്ട് മാച്ച് ആവണ്ടേ? ഇത് കുറഞ്ഞ് കയറിയല്ലേ മുകളിലേക്ക് പോകുന്തോറും. അപ്പോൾ എന്ത് ചെയ്യും? സോഡിയം ക്ലോറൈഡിനെ പുറത്തേക്ക് കളയും. ഇവിടെ വെച്ച് അസെൻഡിങ് ലിംബ് ഓഫ് വാസാ റെക്റ്റയിൽ വെച്ച് സോഡിയം ക്ലോറൈഡിനെ പുറത്ത് കളയും. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് ഇപ്പോൾ പുറത്തെത്തി. ഈ സോഡിയം ക്ലോറൈഡാണ് നമ്മുടെ മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കുന്നത്. ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് വെള്ളം പുറത്തെത്തിക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ വെള്ളത്തിന് റീഅബ്സോർപ്ഷൻ നടന്നത്, വെള്ളം പുറത്തേക്ക് വരാൻ കാരണം ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആരാ മെയിൻറ്റെയിൻ ചെയ്തത്? ഒരാൾ സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നമ്മുടെ വെള്ളം ഇതിൽ നിന്ന് ഇങ്ങനെ പോയ സമയത്ത് ഇവിടെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് പോകുമ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സോഡിയം ക്ലോറൈഡ് അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നു. അത് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാ റെക്റ്റയിലേക്ക് കയറി. അതിങ്ങനെ വന്ന് അസെൻഡിങ് ലിംബ് ഓഫ് വാസാ റെക്റ്റയിൽ നിന്ന് പുറത്തെത്തിച്ചു. ഓക്കെ, അപ്പോൾ ഈ കൗണ്ടർ കറണ്ട് ഫ്ലോ ആണ് സോഡിയം ക്ലോറൈഡിനെ മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ എത്തിച്ചത്. ഇത് എത്തിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടായത്. ഇതിവിടെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് വെള്ളത്തിനെ റീഅബ്സോർബ് ചെയ്യാൻ പറ്റിയത്. മനസ്സിലായോ? ഓക്കെ, ഇതിനെ സഹായിക്കാൻ വേറൊരാൾ കൂടി ഉണ്ട്. അയാളാണ് നമ്മുടെ കളക്ടിങ് ഡക്ട്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ മെഡുല്ലയിൽ എന്താണ് അവസ്ഥ? മെഡുല്ലയിൽ നമുക്ക് താഴേക്ക് എത്തുമ്പോൾ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും ഇവിടെ 300 കുറവുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇയാൾ കുറച്ച് യൂറിയ പുറത്തേക്ക് വിടും. ഇവിടെ വെച്ചിട്ട് കുറച്ച് യൂറിയ പുറത്ത് വിടും. അപ്പോൾ എന്താ സംഭവിച്ചത്? മെഡുലറി ഇത് സൊല്യൂട്ടാണ്. അപ്പോൾ മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ വീണ്ടും കൂടി. ഓൾറെഡി സോഡിയം ക്ലോറൈഡ് കാരണം കൂടിയിട്ടുണ്ട്, അത് കൂടാതെ വീണ്ടും കൂടി. അങ്ങനെ വീണ്ടും കൂടിയപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇതിൽ നിന്ന് നമ്മുടെ കളക്ടിങ് ഡക്റ്റിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. വെള്ളത്തിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കും. വെള്ളത്തിനെ റീഅബ്സോർബ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളം വീണ്ടും കിട്ടി. ഇനി ഈ യൂറിയ നമുക്കിവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഈ യൂറിയനെ എങ്ങനെയെങ്കിലും കളയണം. എങ്ങനെ കളയും? ഈ യൂറിയ നേരെ ഇതിനകത്തേക്ക് കയറും. ഇതാരാണ് ആള്? അസെൻഡിങ് ലിംബ് ഓഫ് നമ്മുടെ ഹെൻലീസ് ലൂപ്പ്. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇത് വീണ്ടും നമ്മുടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ടിബ്യൂൾ വഴി ഇവിടേക്ക് തന്നെ എത്തും. അപ്പോൾ ഇതിലൂടെ പോയ യൂറിയ എവിടെ എത്തി? ഇതിലൂടെ പോയ യൂറിയ എങ്ങനെ പോയി ഇതിലൂടെ പോയി ഇവിടേക്ക് തന്നെ എത്തും. അപ്പോൾ എന്തിനാപ്പോൾ യൂറിയ വന്നത്? ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഒന്ന് കൂട്ടണം. ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഒന്ന് കൂടിയാലേ നമുക്ക് വെള്ളത്തിനെ റീഅബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ കൗണ്ടർ കറണ്ട് മെക്കാനിസം. ഓക്കെ, മേജറായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് യൂറിൻ ഇതിലൂടെ പോകുന്നതിന് മുൻപ് മാക്സിമം നമുക്ക് വെള്ളം റീഅബ്സോർബ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി വെച്ചത് ഇതിൻ്റെ നോട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹെൻലീസ് ലൂപ്പ് ആൻഡ് വാസാ റെക്റ്റ ഹെൽപ്സ് ഇൻ കോൺസെൻട്രേറ്റിംഗ് യൂറിൻ. രണ്ടാൾക്കാരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ് ഇൻ 2 ലിംബ്സ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിൻ്റെ ഒന്ന് താഴേക്കാണെങ്കിൽ ഒന്ന് മുകളിലേക്കാണ്. ആൻഡ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ദ ലിംബ്സ് ഓഫ് വാസാ റെക്റ്റ ഒന്ന് താഴേക്കും ഒന്ന് മുകളിലേക്കുമാണ്. അതെന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ കൗണ്ടർ കറണ്ട് ആൻഡ് പ്രോക്സിമിറ്റി ബിറ്റ്വീൻ ദീസ് ടു, അല്ലെ, ഇവർ രണ്ടുപേരുടെയും ഈ ഒരു കൗണ്ടർ ഫ്ലോയും ഇവർ രണ്ടുപേരും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നതും എന്തിനു സഹായിക്കുന്നുണ്ട്? ഓസ്മോളാരിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇവിടെ 300 ആണെങ്കിൽ അത് താഴേക്ക് എത്തുമ്പോഴേക്ക് 1200 എത്താൻ സഹായിക്കുന്നുണ്ട്.
ഓക്കെ, അതെങ്ങനെയാണ് പറ്റുന്നത്? സോഡിയം ക്ലോറൈഡും യൂറിയൻ്റെയും സെക്രീഷൻ. ഇവിടുന്ന് പുറത്തേക്ക് വന്ന സോഡിയം ക്ലോറൈഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി, അത് ഇവിടെ എത്തിയിട്ട് ഇത് പുറത്തേക്ക് വിട്ടു. ഓക്കെ, അങ്ങനെ ഇവിടെ എന്തായി? മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടി, അതുവഴി നമുക്ക് ഇതിൽ നിന്ന് വെള്ളം റീഅബ്സോർബ് ചെയ്യാൻ പറ്റി. ആൻഡ് യൂറിയ എവിടെ നിന്ന് വന്നു? നമ്മുടെ കളക്ടിങ് ഡക്റ്റിൽ നിന്ന് പുറത്ത് വന്നു. അപ്പോൾ വീണ്ടും മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടി, അപ്പോൾ നമുക്ക് വീണ്ടും വെള്ളത്തിനെ കളക്ടിങ് ഡക്റ്റിൽ നിന്ന് റീഅബ്സോർബ് ചെയ്യാൻ പറ്റി. സോ NaCl ട്രാൻസ്പോർട്ടഡ് ബൈ എസെൻഡിങ് ലിംബ് അല്ലേ? എസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്ത് പോയ NaCl ഡിസെൻഡിങ് ലിംബ് ഓഫ് ഓസാറക്ടയിലേക്ക് കയറി, അത് തിരികെ മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലേക്ക് തന്നെ എത്തി ബൈ ascending limb of osoracta. അതാണ് ഇവിടെ പറയുന്നത്. എക്സ്ചേഞ്ച് വിത്ത് ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് ഓസാറക്ട, NaCl return to the medullary interstitium by ascending limb of osoracta. Similarly, small amount of urea enter the thin segment of the ascending limb of Henle's loop, which is transported back to the interstitium. എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇതുവഴി വീണ്ടും കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. Thus, electrolytes and urea, electrolytes എന്ന് പറഞ്ഞാൽ sodium chloride and urea are retained in the interstitium. അതായത് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ അവരവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മെയിൻറ്റെയിൻ എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? 300, 400, 600, 800, 1000, 1200 ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ഇൻ മെഡുലറി ഇൻഡസ്ട്രീഷ്യം ഇറ്റ് എനേബിൾ ദ ഈസി പാസേജ് ഓഫ് വാട്ടർ ഫ്രം കളക്ടിങ് ഡക്ട് ടു ദ ഫിൽട്രേറ്റ്. അത് ഫിൽട്രേറ്റിൽ നിന്നും അതേപോലെ തന്നെ നമ്മളുടെ എന്താണ്? നമ്മുടെ കളക്ടിങ് ഡക്റ്റിൽ നിന്നും നമുക്ക് വെള്ളത്തിനെ റീഅബ്സോർബ് ചെയ്യാൻ പറ്റി. ഫ്രം കളക്ടിങ് ട്യൂബ്യൂൾ ടു കോൺസെൻട്രേറ്റ് ദ ഇന്നർ ഫിൽട്രേറ്റ്, യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. ദസ് DCT ആൻഡ് കളക്ടിങ് ഡക്ട് produce urine 4 times concentrated than initial filtrate formed. നോക്കിക്കേ മക്കളെ, ഇവിടെ നമ്മുടെ ഇനീഷ്യൽ ഫിൽട്രേറ്റ് ഫോം ചെയ്യുമ്പം അത് എത്രയാണ്? 300 ആണ്. ഇനീഷ്യൽ ഫിൽട്രേറ്റ് ഫോം ചെയ്യുമ്പോൾ അത് 300 ആണ്. പക്ഷേ ഫൈനൽ യൂറിൻ ഇതിലൂടെ പുറത്ത് പോകുമ്പോൾ അത് 1200 ആണ്. അപ്പോൾ 4 തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. 300 ആയിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് സൊല്യൂട്ടിൻ്റെ അളവ് കുറവും വാട്ടറിൻ്റെ അളവ് കൂടുതലുമാണ്. പക്ഷേ 1200 ആയി എന്ന് പറയുമ്പോൾ അതിനകത്ത് സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലും വെള്ളത്തിൻ്റെ അളവ് കുറവുമാണ്. അപ്പോൾ നമുക്ക് മാക്സിമം വെള്ളം റീഅബ്സോർബ് ചെയ്യാൻ പറ്റി. അതായത് ഇനീഷ്യൽ ഫിൽട്രേറ്റിൽ നിന്ന് 4 ടൈംസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ നമുക്ക് ഇതുവഴി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൗണ്ടർ കറണ്ട് മെക്കാനിസം ഉപയോഗിച്ചത്. ഇനീഷ്യൽ ഫിൽട്രേറ്റ് 300 ആയിരുന്നു, പക്ഷേ അവസാനം യൂറിൻ നമ്മുടെ കളക്ടിങ് ഡക്റ്റിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അത് 1200 ആണ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കൗണ്ടർ കറണ്ട് മെക്കാനിസം എൻ്റെ മക്കൾക്ക് യൂസ്ഫുള്ളായി ക്ലിയർ ആയിട്ട് മനസ്സിലായെന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ ഒരേ ഒരു റിക്വസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആ കമൻസ് വായിക്കുമ്പോഴാണ്. അത് മാത്രമല്ല, ഇതേപോലെ ഈ ടോപ്പിക് അറിയാത്ത ഒത്തിരി മക്കളുണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ കമൻസ് കണ്ടിട്ടായിരിക്കും ഈ ടോപ്പിക്ക് കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് കണ്ട് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. താല്പര്യമുള്ള മക്കൾ അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ ലൈവ് മിസ് ചെയ്യാതിരിക്കുക.